പാർലമെന്റിലെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം എണ്ണി മറുപടി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ രാജ്യം വീണ്ടും ഓർക്കേണ്ട കാര്യങ്ങളാണ് എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. അദ്ദേഹം പറഞ്ഞത് 60 വർഷത്തിനിടെ 75 തവണയാണ് ഭരണഘടന കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തത് എന്നാണ്. ആ ഭരണഘടനയാണോ നിങ്ങൾ കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ പൂർവികർ കാണിച്ചു തന്നതുപോലെ ഭരണഘടന, അതായത് ഒരു പോക്കറ്റ് ഭരണഘടനയുമായി നിൽക്കുകയാണ്. ഈ പോക്കറ്റ് ഭരണഘടന നിങ്ങളുടെ പൂർവികർ കാണിച്ചു തന്നത് ഭരണഘടന പോക്കറ്റിലിടാനാണ്. മറിച്ച് ആ ഭരണഘടനയെ എങ്ങനെയാണ് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യേണ്ടത്, എത്ര ബഹുമാനം അതിന് കൊടുക്കണമെന്ന് നിങ്ങൾക്കറിയില്ല എന്ന കൗണ്ടറുകളൊക്കെ നരേന്ദ്രമോദി അടിക്കുന്നുണ്ട്. നെഹ്റു സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഭരണഘടനയെ അട്ടിമറിച്ചു എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. 1947 മുതൽ 52 വരെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ നമ്മുടെ രാജ്യത്തുണ്ടോ എന്നും നരേന്ദ്രമോദി ചോദിക്കുന്നുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യം കവർന്ന നാളുകളായിരുന്നു അടിയന്തരാവസ്ഥയിൽ ഉണ്ടായിരുന്നത്. ജനങ്ങളെ ജയിലിലിടുന്ന ഒരു നാളായിരുന്നു അടിയന്തരാവസ്ഥയിൽ ഉണ്ടായിരുന്നത്. ആ പാപഭാരത്തിൽ നിന്നും എങ്ങനെയാണ് കോൺഗ്രസിന് മുക്തമാകാൻ സാധിക്കുക എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നത്. ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വിലക്കിട്ടു, കോടതികളുടെ അധികാരം ഇന്ദിരാഗാന്ധി കവർന്നു, അയോഗ്യരാക്കിയ ജഡ്ജിമാരെ പോലും വെറുതെ വിട്ടില്ല എന്നും നരേന്ദ്രമോദി പറയുന്നുണ്ട്. ഭരണഘടനയെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എന്ന് കാണിച്ചു തരികയാണ് നിങ്ങൾക്ക് ഞാൻ എന്ന രീതിയിലാണ് നരേന്ദ്രമോദിയുടെ സംസാരം. കാലത്തിന്റെ കാവ്യനീതി എന്ന ഓണം ഭരണഘടനയെ പിച്ചി ചീന്തിയ ഒരു പാർട്ടി എന്ന നിലയിൽ അതേ ഭരണഘടന നിങ്ങൾ ഇന്ന് കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് തലങ്ങും വിലങ്ങും പാപമോക്ഷത്തിനായി അലയുകയാണ് എന്ന രീതിയിലായിരുന്നു നരേന്ദ്രമോദിയുടെ സംസാരം. അടിയന്തരാവസ്ഥയാണ് പ്രധാനമായും നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയത്. ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാതെ പോകാനായിട്ട് സാധിക്കില്ല. ആ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇന്ദിരാഗാന്ധി എങ്ങനെയാണ് ഭരണഘടനയെ ചൂഷണം ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഭരണഘടനയെ കശാപ്പ് ചെയ്തിരുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായും കൃത്യമായും അറിയേണ്ടതായിട്ടുണ്ട്. അതിൽ ചില ഭാഗങ്ങൾ മാത്രം ഞാനിവിടെ പറഞ്ഞു പോകാം. ഇന്ദിരാഗാന്ധി ഭരണഘടനയെ കശാപ്പ് ചെയ്തത് ആ ഭരണഘടനയിൽ തിരുത്തലുകൾ വരുത്തിയിട്ടാണ്. പല അനുച്ഛേദങ്ങളും കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്നുകൊണ്ടാണ് ആ ഭരണഘടനയെ വലിയ രീതിയിൽ ഭരണഘടനയിൽ പല കാര്യങ്ങളും ഭേദഗതി ചെയ്തുകൊണ്ടാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, അലഹബാദ് ഹൈക്കോടതി ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു വിധി പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പുമായി കൊണ്ടുവന്നു. ഇന്ദിരാഗാന്ധിയെ അയോഗ്യയാക്കുന്ന ഒരു വിധിയാണ് അലഹബാദ് ഹൈക്കോടതി കൊണ്ടുവന്നത്. ഇതേ തുടർന്നാണ് നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ ഉണ്ടാകുന്നത്. അടിയന്തരാവസ്ഥ ഉണ്ടായപ്പോൾ ഇന്ദിരാഗാന്ധി ചെയ്ത ആദ്യത്തെ പണി എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് അത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവരികയാണ് ചെയ്തത്. ഇത് നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്ത് ചെയ്തിട്ടില്ല. അതായത് നരേന്ദ്രമോദി ഇപ്പോൾ എത്രയൊക്കെ EVM അട്ടിമറി നടക്കുന്നു, എത്രയൊക്കെ EVM തിരിമറി കാണിക്കുന്നു എന്ന് പ്രതിപക്ഷം ആരോപിച്ചാലും പ്രതിപക്ഷത്തിന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അതായത് BJP എത്രത്തോളം ഗംഭീരമായിട്ടാണ് പ്രവർത്തനം നടത്തുന്നത്, അതിന്റെ വിജയമാണ് അത് എന്ന് നരേന്ദ്രമോദി അത് ശ്രദ്ധിക്കാനും പോകാറില്ല. അതേസമയം കർണാടകയിലടക്കം കോൺഗ്രസ് ജയിക്കുമ്പോൾ, വേറെ പല സ്ഥലങ്ങളിലും കോൺഗ്രസ് ജയിക്കുമ്പോൾ നരേന്ദ്രമോദി EVM തട്ടിപ്പിലൂടെയാണ് കോൺഗ്രസ് ജയിക്കുന്നതെന്ന് പറയാറില്ല. നരേന്ദ്രമോദി അവർക്ക് ആശംസ നേരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് അത് അയോഗ്യമാക്കിയ അലഹബാദ് ഹൈക്കോടതി വിധി വന്നപ്പോൾ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന നിയമം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് ആദ്യം ഭരണഘടനയെ കശാപ്പ് ചെയ്തുകൊണ്ട് നിയമമിറക്കി. അതായത് ഇന്ദിരാഗാന്ധി ഒരു ഏകാധിപതിയായി, ഇന്ദിരാഗാന്ധിക്ക് എന്തും കാണിക്കാം. ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് അതിപ്പോൾ ഇന്ദിരാഗാന്ധി ജയിച്ചാലും തോറ്റാലും അത് കോടതിയിൽ ആർക്കും കൊണ്ടുപോയി ചലഞ്ച് ചെയ്യാനായി സാധിക്കില്ല. പിന്നെ എന്തിനാണ് കോടതി എന്നുള്ളൊരു ചോദ്യം ആ സമയത്ത് പലരും ഉന്നയിച്ചിരുന്ന ആൾക്കാരെല്ലാം ജയിലിൽ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനും സാധിച്ചത്. പോരാത്തതിന് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ പ്രധാനമന്ത്രിക്ക് എന്തും കാണിക്കാമെന്നുള്ളൊരു അവസ്ഥയെത്തി. രണ്ടാമത്തെ കാര്യം, 41ാം അമെൻമെന്റ് കൊണ്ടുവന്നു. 41ാം അമെൻമെന്റ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയെ ക്രിമിനൽ പ്രോസിക്യൂഷനിൽ നിന്ന് ഒഴിവാക്കണം. അതായത് ഇന്ദിരാഗാന്ധിക്ക് നമ്മുടെ രാജ്യത്ത് ആരുടെ വീട്ടിൽ വേണമെങ്കിലും കയറി വന്ന് ആരെയും കൊല്ലാം, ആരെയും എന്ത് വേണമെങ്കിലും ചെയ്യാം, അവരെ ക്രിമിനൽ പ്രോസിക്യൂഷന് വിധേയരാക്കാം. ഇന്ദിരാഗാന്ധിയുടെ പോലീസിനെ ഉപയോഗിച്ചോ പട്ടാളത്തെ ഉപയോഗിച്ചോ അവരെ കശാപ്പ് ചെയ്യാം. പക്ഷേ ഇന്ദിരാഗാന്ധി െതിരെ ഒരു നിയമം ഒരാളും കോടതിയിൽ പോകാൻ പാടില്ല. അതായത് ക്രിമിനൽ പ്രോസിക്യൂഷനിൽ നിന്ന് ആജീവനാന്തമായി പ്രധാനമന്ത്രിക്ക് സംരക്ഷണം എന്നുള്ളതാണ്. മൂന്നാമതായി
ഈ സംഭവം ഇന്ദിരാഗാന്ധി വന്ന സംഭവം എന്ന് പറയുന്നത് നിയമങ്ങളുടെ ഭരണഘടനാ സാധുത പരിശോധിക്കാനായി 7 അംഗ ബെഞ്ച്, വിശാല ബെഞ്ചിന് മാത്രം അവകാശം. ഇതാണ് കോടതിയുടെ നിയമങ്ങൾ വെട്ടിച്ചുരുക്കിയെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പറഞ്ഞത്. അതായത് 7 അംഗ ബെഞ്ചിന് മാത്രമാണ് അവകാശം ഒരു നിയമം കൊണ്ടുവന്നാൽ അതിന്റെ ഭരണഘടനാ സാധുത എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കാൻ. അതും ആ കോടതിയിൽ 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ആ നിയമം റദ്ദാവൂ എന്നിങ്ങനെയുള്ള വിചിത്രമായിട്ടുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. ഈ ഇന്ദിരാഗാന്ധിയുടെ ഈ ഒരു വലിയ ഭരണഘടനാ കശാപ്പിൽ നിന്നും രാജ്യത്തെ രക്ഷപ്പെടുത്തിയത് അതിനുശേഷം വന്ന ജനതാ പാർട്ടിയാണ് എന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. കേശവാനന്ദ ഭാരതി കേസിൽ 3 സീനിയർ ജഡ്ജിമാരെ, അതായത് ചീഫ് ജസ്റ്റിസുമാരാകേണ്ട 3 സീനിയർ ജഡ്ജിമാരെ ഇന്ദിരാഗാന്ധി മനഃപൂർവ്വം മാറ്റിയ ശേഷം ജൂനിയർ ജഡ്ജിയായ ഒരാളെ, അതായത് എൻ റോയ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തെ ചീഫ് ജസ്റ്റിസ് ആക്കി വെച്ച് ജുഡീഷ്യറിയെ കശാപ്പ് ചെയ്തു ഇന്ദിരാഗാന്ധി. മൗലിക അവകാശങ്ങൾക്ക് ഒരാൾക്കും കോടതിയിൽ പോകാൻ കഴിയില്ല എന്നൊരു നിയമം കൊണ്ടുവന്നു. ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഒരു പൗരനെ മറ്റൊരു പൗരൻ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇയാൾ എന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് കോടതിയിൽ പോകാൻ സാധിക്കാത്ത ഒരവസ്ഥ, ആരെങ്കിലും കൊന്നാൽ കൊല്ലട്ടെ എന്നുള്ള രീതിയായിരുന്നു അന്ന് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നത്. എന്തായിരുന്നാലും ഇതൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിക്ക് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി പഴയ കാര്യങ്ങളായ അദാനി, ഭരണഘടന, ശൂലം, ഭ്രൂണം, ഗർഭിണി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ മറന്നു തുടങ്ങിയ പല കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മളെ മാധ്യമങ്ങൾ രാജ്യത്തെ ജനങ്ങളെ ഓർമ്മിപ്പിക്കാത്ത പല കാര്യങ്ങളും, നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ രാജ്യത്തെ ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഗുജറാത്ത് കലാപം പോലെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിനു മുമ്പ് ഭരണഘടനയെ കശാപ്പ് ചെയ്ത ഇത്രയും വലിയ സംഭവം നടന്നിട്ടും രാജ്യത്തെ മാധ്യമങ്ങൾക്ക് അതൊരു വലിയ വിഷയം പോലും അല്ലാത്ത രീതിയിലാണ് അവർ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കൃപ കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും തിരിച്ചു പറഞ്ഞിരിക്കുകയാണ്. രാജ്യത്തെ ജനങ്ങൾ വീണ്ടും അത് ഓർത്തെടുത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.